ഹേ ഗായ്സ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താ പറയുക, സഹല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിൻ്റെ ഒളിച്ചോടിയ വാർത്ത. എൻ്റെ ചൂട് ആറിയിട്ടില്ല. ആ വാർത്ത ഇപ്പം നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നവരും അതും ഇങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇന്നലെ അതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതേപോലെ മീൻസ് അങ്ങനെയല്ല, രണ്ട് മക്കളുടെ ഉമ്മയാണ് ആ നാട്ടിലെ തന്നെ ഒരു വ്യക്തിൻ്റെ കൂടെ ഈ പെൺകുട്ടി കറങ്ങാൻ പോക്കും അങ്ങനെ എന്തൊക്കെയോ ആയി, ലോഡ്ജിലൊക്കെ പോയി മുറിയെടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നതല്ല, നിങ്ങൾ എത്ര കിട്ടിയാലും കണ്ടാലും പഠിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഇതേ രക്ഷയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അറിയാം, ഇതേപോലെ പബ്ലിക്കിന്റെ മുന്നിൽ നാറ്റിക്കുക മീൻസ് ഇതുപോലെ വീഡിയോ എടുത്തിട്ട് എന്താ ലോകം മൊത്തം അറിയിക്കാം. അതേ രക്ഷയില്ല. ഇനി ഏത് ഇതുപോലെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഇതിൽ ഒരു ഈ വീഡിയോ ഇട്ടവൻ ചെയ്ത ഒരു തെറ്റ് ആ പെണ്ണിന്റെ ഹസ്ബൻഡാണ് തോന്നുന്നുണ്ട്. ആ ഈ പെണ്ണിനെ കൂട്ടി പോയ ആ ഒരു വ്യക്തിയില്ലേ, ആ നാടിന്റെ ഫോട്ടോ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു. രണ്ട് പേരെയും കൂടി നാട്ടിക്കണമായിരുന്നു. ഇതിപ്പോൾ ഈ പെണ്ണിന്റെ മാത്രം ലോകം മൊത്തം അറിയുന്ന വിധത്തിലായിപ്പോയി. പക്ഷെ രണ്ടാളും കൂടി ചെയ്ത തെറ്റാണ്. അവനും കല്യാണം കഴിഞ്ഞതാണ്. ഈ പെണ്ണിനും രണ്ട് മക്കളിനും ആ പെണ്ണിന്റെ ഹസ്ബൻഡാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചങ്ങായി പറയുന്നുള്ളത്, ഈ പെണ്ണിനെ ആദ്യം ഏതോ ഒരു കല്യാണം കഴിഞ്ഞ് ഉപേക്ഷിച്ചതാണ്, എന്നിട്ട് രണ്ടാമത് സ്വീകരിച്ചെന്നൊക്കെ പറയുന്നത് കല്യാണം കഴിക്കാത്തൊരു വ്യക്തിയാണ് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നുള്ളത്. അപ്പോൾ എന്നാലും അങ്ങനെയുള്ളൊരു ജീവിതം കിട്ടിയിട്ട് പോലും എന്താ പറയുക, അതിൽ സംതൃപ്തി അടങ്ങാതെ എന്ത് കുറ്റങ്ങളോ കുറവ് കൊണ്ടോ പരസ്പരം സംസാരിച്ച് തീർക്കാതെ ഇതുപോലെ കണ്ടവന്മാരോട് കൂടി എന്തിനാണ് അഴിഞ്ഞാടുന്നത്? ഇപ്പോൾ നല്ല നൈസായി കൈയൊഴിഞ്ഞു. ഒരിക്കലും ഒരു കുടുംബമുള്ള ഒരു വ്യക്തിനെ നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമ്പോൾ ആ വ്യക്തി ഈ ഒരു പെൺകുട്ടിനെ യൂസ് ചെയ്തതാണ്, അത്രേ പറയാനുള്ളൂ. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. മനസ്സിലായില്ലേ? എന്താ പറയുക, എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താ പറയുക, കുറേ ഇങ്ങനെ നമുക്കിപ്പം ഒരേ ദിവസം ഇടുമ്പോൾ നമുക്ക് മടുപ്പ് വരുന്ന പറയുമ്പോൾ, അത് ഒരേ ഭക്ഷണം ഡെയിലി കഴിക്കാൻ നമുക്ക് മടുപ്പ് വരുന്ന പറയുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം മാറ്റി കഴിക്കുക, അതല്ല മാറ്റി വേറെ പുതിയൊരു ഡ്രസ്സ് ഇടാം എന്ന് പറയുന്നത് പോലെ ഈ പെണ്ണിനെ എന്താ പറയുക കറങ്ങാൻ കൂട്ടിക്കൊണ്ട് പോകുന്ന ആ ഒരു ചങ്ങായി അത്രയേ ചിന്തിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ടൈം പാസ്, അത്രയേ ചിന്തിച്ചിട്ടുള്ളൂ. ഓരോ സ്ത്രീയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തം കുടുംബം ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ നിന്നെ സ്വീകരിച്ചോ, നിന്റെ ഹസ്ബൻഡ് നിന്നെ സ്വീകരിച്ചോ? ഇല്ല, ഒരിക്കലും രണ്ട് ജീവിതം തകർന്നു പോകുന്നതല്ലാണ്ട് നമ്മളെ പേരവിടെ മോശമാവുന്നതല്ലാണ്ട് നമുക്കൊരു സന്തോഷമുള്ള ജീവിതത്തിൽ കിട്ടൂല. അതെങ്ങനെയാണ് നമ്മൾ എന്തായാലും നാറാണക്കൽ എടുക്കും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന എന്തായാലും നമുക്ക് അവർ പറയുന്ന ആ ഒരു കേട്ട് നോക്കാം. അതിന് മുമ്പേ എനിക്ക് ഞാൻ വേണോ അതെ പറഞ്ഞു. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. ഓ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞോ, വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. വേണ്ട, ഓക്കെ. ഓനും വേണ്ട, ഞാനും വേണ്ട. ഇതുവരെ എന്നായിട്ട് റിലേഷൻ ആയിരുന്നോ? എൻ്റെ കയ്യിൽ നിന്ന് 40-40 രൂപ വാങ്ങിനോ? എന്നെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേ, എൻ്റെ ചിലവൊക്കെ ഞാൻ നോക്കിയേ ആണോ? എത്ര വട്ടം എൻ്റെ കൂടെ കിടന്നു പറ? ഈ ഫസലിൻ്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? ഇനി പേടിപ്പിച്ചിട്ട് പറയിക്കും എന്നൊക്കെ പറയും, അതൊക്കെ എൻ്റെ കാര്യം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ. ഏത്? ഈ അന്ന് പോയ ലോഡിച്ചാണോ? പിന്നെ ഏത് ലോഡിച്ച്? ഏത് ലോഡിച്ച് പറയടി. ഇതുപോലെ കേസ് കൊടുക്കും, ഒരു കേസ് കൊടുക്കും. കാരണം ആ ഞൊണ്ടി സപ്പോർട്ടാണ്. പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടത് അങ്ങനെ അല്ലോ. ഇത് പറ, എത്ര വട്ടം? എവിടെ വെച്ചിട്ട്? അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും. മെനിയാന്ന് പോയിനാ? ഉറപ്പാണോ? മെനിയാന്ന് പോയിനോ ഇല്ലേ? പോയിക്കണോ ഇല്ലേ? പറയേ. മെനിയാന്ന് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? ഏതിൽ ഓടിച്ചു? അവൻ കൊണ്ടേതാണ് എന്നെ. ഏതിൽ ഓടിച്ചെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. ഓനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓൻ്റെ കൂട്ടുകാർ പറഞ്ഞ വോയിസ് നീ കേട്ടില്ലേ? ഓൻ്റെ പണി ഏതാണെന്ന് കേട്ടില്ലേ? എൻ്റെ നെക്സ്റ്റ് പണി നോക്കിയവനല്ലേ? എല്ലാ എവിഡൻസും തന്നില്ലേ? ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞെന്താണ്? എന്നെ തല്ലണ കേട്ടിട്ട് അവൻ പറഞ്ഞെന്താണ്? ഈ എന്താ ചെയ്തോ? ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടി? എൻ്റെ 43,000 രൂപ 2 കൊല്ലത്തോളം ആവാനായില്ല അല്ലേ? നമ്മൾ ഈ 2 കൊല്ലം എന്നെ കൂടെ ഒന്ന് ചതിച്ച് കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ് എന്നോട്, എനിക്ക് ഓനെ വേണോ ഈ പൊയ്ക്കും. എന്നിട്ടും എൻ്റെ കൂട്ടുകാരനിക്ക് വിളിച്ചും കണ്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം,
ഓൻ്റെ കൂടെ മെഞ്ഞാന്ന് പോയി കിടന്നിട്ടും അല്ലേ? അപ്പം ഇജ്ജ് പറയാം എനിക്ക് കാമത്തിൻ്റെ പ്രശ്നമാണ്. എന്താണ് എൻ്റെ പ്രശ്നം? പറ, ഇജ്ജ് തന്നെ പറ. എനിക്ക് എൻ്റെ പ്രശ്നം എന്താണ്? കാമാണോ? എൻ്റെ വീട്ടിൽ നിന്ന് കടിച്ച് പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്? എല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. അപ്പം എൻ്റെ പ്രശ്നം എന്താണ്? കാമം. പറയാനുള്ള അവസരങ്ങളാണിത്. ഹസ്ബൻഡിന്റെ കൂടെ സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും, യാത്രയും. അതാണ് അതിൽ സെക്സും ഇതിനല്ലേ നമ്മള് പറയണത് ബെഡിന്ന്. അത് പറയേ, ഇതോന്റെ നാട്ടിൽ എല്ലാവർക്കും കിട്ടും. എൻ്റെ ഏട്ടനിക്ക്, എൻ്റെ അമ്മക്ക്, എൻ്റെ കുട്ടിയുടെ കാണും. അന്ന് തല്ലൂല. എനിക്ക് വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. 1 മണിക്കൂർ കൊണ്ട് എന്താക്കി എഴുതി വെച്ച് എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തോ. ഞാൻ നിന്നില്ലേ കാർ നിർത്തിയേ. 1 മണിക്കൂർ എന്നെ എപ്പോഴാണ് ഇറക്കണത് കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വരും. ഓക്കെ? അല്ല, എനിക്ക് പൈസ കിട്ടാണ്ട് എന്നെ വിടൂല മോളെ. അതിങ്ങനെ എൻ്റെ ബാപ്പ എൻ്റെ അമ്മ അറിഞ്ഞാലും ഞാൻ പൈസ കിട്ടാണ്ട് ഞാൻ വിടൂല. എന്നെ തല്ലാനോ കൊല്ലാനോ നിൽക്കൂല. നേരത്തെ തല്ലിയത് ഓൻ്റെ വർത്താനം കൊണ്ടാണ്. അയ്യ കേട്ടല്ലോ, ഓൻ്റെ വൈഫ് പറയാണ് എൻ്റെ അക്കാക്ക് ഓളെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കെന്താ പ്രശ്നമാണ്. ഞാൻ എന്നിട്ട് എനിക്കൊരു പ്രശ്നമില്ല, ഇതാ ഓക്കെ ഞാൻ കൊടുക്കണമെങ്കിൽ തല്ലാണ്. ഇതെന്താ ഞാൻ അതാ കൊടുക്കുന്നുണ്ട്, ഇതെന്താ വെച്ചാൽ കാട്ടിക്കണം. ഓക്കെ? എൻ്റെ ആരെയും ഞാൻ അപ്പൊ എന്തെങ്കിലും പരസ്പരം സംസാരിക്കാൻ നോക്കാം. ഈ പെണ്ണ് ഇത്രയും നല്ലൊരു ലൈഫ് കിട്ടിയിട്ട് ആദ്യം ഫെയിൽ ആയിട്ട് രണ്ടാമത് സ്വീകരിച്ചിട്ട് പോകണം. ഈ ഒരു പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ലൈഫിൽ ഇവർക്കുള്ള പോരായ്മ, അവനുള്ള പോരായ്മ എന്താണ്? അവർ തമ്മിൽ സംസാരിച്ച് ഒരു ധാരണയിലെത്തേണ്ടതായിരുന്നു, പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു ഫാമിലി, കുടുംബം, മക്കള് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കാം. നാളെ ആ മക്കളെ നാളെ കാണുന്നത് ആ ഒരു കണ്ണിലൂടെ ആയിരിക്കും. ഒരിക്കലും നമുക്കൊരു വന്ന ചീത്തപ്പേര്, നമ്മളെ പേരിൽ വന്ന ചീത്തപ്പേര് ഒരിക്കലും അത് മാഞ്ഞു പോകില്ല. മരണം വരെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി എന്ത് ചീത്തപ്പേരായാലും. പിന്നെ ജസ്റ്റ് ആൾക്കാർ നമ്മുടെ സംസാരം ഒരു മുഖം മൂടിയിട്ടിട്ടായിരിക്കും എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നത്, ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ടാണ് അവർ ഇങ്ങോട്ട് ഇതുപോലെ നല്ല രീതിയിൽ സംസാരിക്കുന്നത്. എല്ലാവരുടെ മനസ്സിൽ അത് എന്തായാലും ഉണ്ടാവും. പക്ഷെ പിന്നെ മുഖം മൂടി ഇട്ടിട്ടായിരിക്കും എല്ലാവരും നമ്മോട് റിയാക്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. മക്കളെ ഓർത്തിട്ടെങ്കിൽ ഇതുപോലെ ചീത്ത സ്വഭാവങ്ങളിലേക്ക് പോവാതിരിക്കാം. ഉള്ള ലൈഫ് മനോഹരമാക്കാതിരിക്കുക, പരസ്പരം സംസാരിക്കുക, എന്നൊന്നും പറയാതിരിക്കുക. എന്താ പറയുക, എന്തുണ്ടെങ്കിലും നമുക്ക് എന്ത് പോരായ്മ ഉണ്ടെങ്കിലും ഹസ്ബൻഡിന് വൈഫിനോട് പറയാനും, അതുപോലെ വൈഫിന് ഹസ്ബൻഡിനോട് പറയാനുള്ള ഒരു അധികാരം, ആ ഒരു എന്താ പറയുക അണ്ടർസ്റ്റാൻഡ് എപ്പോൾ ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. അതല്ലെങ്കിൽ ഇതുപോലുള്ള അവിഹിത ബന്ധത്തിൽ ഏത് പെണ്ണുകളാണ് പോയിപ്പോൾ. പിന്നെ അതുകൊണ്ട് സൂക്ഷിക്കും. പിന്നെ സാഹചര്യം ആണ് ഓരോ മനുഷ്യനും മോശമാക്കുന്നത്. നമ്മൾ അതുപോലെ സാഹചര്യം സൃഷ്ടിക്കാതിരിക്കണം. നമുക്കിപ്പോൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നമ്മളൊരു സ്ത്രീ ഒരു പുരുഷനുമായിട്ട് യാത്ര, ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു മണിക്കൂറുകളോ യാത്ര ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ പോലും അവിടെ ചിലപ്പോൾ എന്താ പറയുക, ഈ വികാരം എന്ന് പറയുന്നുള്ള സംഭവമില്ലേ, അത് പെട്ടെന്ന് വന്നു അത് അടക്കി വെക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്നവർക്കൊക്കെ. പക്ഷെ അത് പറ്റാത്തവരുണ്ട്. അതോ ആണ് ഈ പീഡനങ്ങൾക്കും മറ്റ് അങ്ങനെ ഇങ്ങനെയുള്ള വഴിയൊരുക്കുന്ന കുറേ ആൾക്കാർ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പറ്റിപ്പോകുന്ന ചില ആൾക്കാരുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കും പറ്റാതിരിക്കട്ടെ. ഇനി ഇതുപോലുള്ള സംഭവം നമ്മളെ ചെവിയിൽ കാതിലൊന്നും കേൾക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.